മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് കൊക്കെയിൻ വാങ്ങിയെന്ന് ആരോപിച്ച് തമിഴ് ചലച്ചിത്ര നടൻ ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. രക്തസാമ്പിളിൽ ലഹരി മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയതും മുൻ AIADMK പ്രവർത്തകന്റെ മൊഴിയുമാണ് നിർണായകമായ ഈ അറസ്റ്റിലേക്ക് നയിച്ചത്. ആന്റി നർക്കോട്ടിക്സ് ഇന്റലിജൻസ് വിഭാഗം ശ്രീകാന്തിനെ നുങ്കമ്പാക്കത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ നുങ്കമ്പാക്കത്തെ ഒരു പബ്ബിൽ നടന്ന അടിപിടിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ AIADMK IT വിംഗ് പ്രവർത്തകനായിരുന്ന പ്രസാദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ശ്രീകാന്തിനെതിരെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രസാദിൽ നിന്ന് 40ലേറെ തവണ ശ്രീകാന്ത് ലഹരിമരുന്ന് വാങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗ്രാമിന് 12,000 രൂപ നിരക്കിലാണ് ലഹരിമരുന്ന് നൽകിയിരുന്നതെന്ന് പ്രസാദ് പോലീസിന് മൊഴി നൽകിയെന്നും വിവരമുണ്ട്. ഇത് സംബന്ധിച്ച് 4.5 ലക്ഷത്തോളം രൂപയുടെ ഗൂഗിൾ ട്രാൻസാക്ഷൻ ഇടപാടുകൾ ശ്രീകാന്ത് നടത്തിയതിന്റെ രേഖകളും പോലീസിന് ലഭിച്ചു. നടനെ ജൂലൈ 7 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 2002 പുറത്തിറങ്ങിയ റോജാക്കൂട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ശ്രീകാന്ത് ബിഗ് സ്ക്രീനിൽ അഭിനയ രംഗത്ത് കടന്നുവന്നത്. 3 ഇഡിയറ്റ്സിന്റെ തമിഴ് റീമേക്കായ നൻപനിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.